ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്ന, അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് ചേട്ടൻ്റെ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം അലി ഖാൻ, അതുപോലെ തന്നെ കജോളും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ റിലീസ് വരികയാണ് 25 ജൂലൈ 2025. അപ്പോൾ അതിൻ്റെ ട്രെയിലറാണ് നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. നിനക്കറിയോ, ചില മുറിവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പൂർണ്ണമായും മായം വരെ തോന്നുന്നില്ല. നീ ആരാണ്? തനിക്ക് നാണക്കേടുണ്ടല്ലേ? എനിക്കറിയാം അപ്പ, ഞാൻ ദുർബലനാണെന്ന് കരുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അപ്പ എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കും. അമ്മയുടെ അവൻ എത്ര സ്നേഹം കിട്ടിയാലും മതിയാവില്ല. അവൻ എപ്പോഴും അവന്റെ അപ്പയെ പോലെ ആകാൻ ആഗ്രഹിച്ചു. ജനിച്ച മണ്ണിന്റെ സുരക്ഷയേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല. അതിന് സ്വന്തം മകനാണെങ്കിൽ പോലും. ഇവൻ നിന്റെ മകനല്ല മെഹർ. നീ ആരാണ്? ഒരു കാര്യം എനിക്കറിയാം, നീ ഹർമനല്ല. എനിക്ക് എന്റെ മോനെ തിരികെ വേണം വിജയ്. രക്തബന്ധത്തെക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല. മൈ ഗോഡ്, ട്രെയിലർ കണ്ടിട്ട് ഒരു രക്ഷയില്ല. ബേസിക്കലി ഇതായിരിക്കും. അതായത് സെയ്ഫ് അലി ഖാൻ്റെ മകനും പൃഥ്വിരാജ് പട്ടാളക്കാരനാണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മറ്റേ സെയ്ഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം ടെററിസ്റ്റ് ഗ്രൂപ്പിൽ എന്തോ കയറി, അങ്ങനെ എന്തോ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഐ എം നോട്ട് ഷുവർ, പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അമ്മയാണ് കജോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. കണ്ടിട്ട് അടിപൊളി ആയിരിക്കും എന്നാണ് തോന്നുന്ന കാര്യം. ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അവരെടുത്ത് വെച്ചേക്കുന്ന ഒരു രീതിയാണെങ്കിലും ശരി, ആ ഒരു ഫൈറ്റ് പരിപാടി, ഇമോഷണൽ സാധനം ഒക്കെ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. പക്ഷെ ഒരു ഡബ് ആക്ച്വലി ഇത് ഹിന്ദിയാണ് കാണുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. മലയാളം അത്രയ്ക്ക് രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട്. പക്ഷേ ഈ ഒരു ഡബ്ബ് കണ്ടപ്പോഴത്തേക്കും, ഈ ഒരു ട്രെയിലർ ഇപ്പോൾ മലയാളമാണല്ലോ നമ്മൾ കണ്ടത്, അപ്പോൾ മലയാളം കണ്ടപ്പോഴത്തേനും ഒരു ഡബ്ബ് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡബ്ബിങ്ങിൽ ഫോർ ഷുവർ. അപ്പോൾ ഇത് മലയാളം കണ്ടാൽ ഇറ്റ്സ് ഗോണ ബി ലൈക്ക് ഗുഡ് എന്നൊരു ഫീൽ ആയിരിക്കും. ഗംഭീരം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂലെങ്കിലും ഗുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഫോർ ഷുവർ ഇതൊരു ഗുഡ് ഒരു ഡബ്ബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വി ആർ ഗോണ എൻജോയ് ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം മലയാളത്തിൽ കാണുമ്പോഴും. നമ്മുടെ ഇബ്രാഹിം അലി ഖാൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്. ഇത് പുള്ളിക്കാൻ്റെ ഫസ്റ്റ് സിനിമയായിരുന്നു അഭിനയിക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, നാദാനി എന്നും പറഞ്ഞിട്ട്. അത് ഞാൻ സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല, പക്ഷെ അതിൻ്റെ സീൻസൊക്കെ തന്നെ കണ്ടപ്പോഴത്തേനും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരിക്കലും അപ്പം അതിൻ്റെ അഭിനയം മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു കഥ, അതിൻ്റെ സീൻസൊക്കെ തന്നെ അമ്മാതിരി കൂറ സീൻസൊക്കെയാണ് കിടക്കുന്നത്. കുറച്ച് എലക്ഷൻസ് പോലത്തെ പരിപാടിയുടെയൊക്കെ സീൻസാണ് ഞാൻ കാണുന്നത്. ഒരു ലോജിക്കൽ ഇല്ലാത്ത ഒരു ലോജിക്കൽ സെൻസിൽ നമുക്കത് കാണാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു മൂവി. അതിൽ ഈ ചെക്കൻ അഭിനയിച്ചു. ഡയറക്ടർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാവും, ഇബ്രാഹിം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്ടർ ഇന്ന ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതെന്തായാലും അവിടെ എന്തായാലും പൊട്ടിയിട്ടുണ്ട്. നാദാനിയ ഒരുപാട് റിവ്യൂസും വന്നിട്ടുണ്ട്, നെഗറ്റീവ് റിവ്യൂസ്. കളിയാക്കി കൊന്നു കളഞ്ഞ ആ ഒരു ചെക്കനെ. അപ്പോൾ ഇതിലാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആ ഒരു ബോളിവുഡ് സെക്ടറും ഈവൻ സൗത്തിലൊക്കെ തന്നെയുള്ള ആൾക്കാർ ഈ പയ്യൻ ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് കാണണം എന്ന് പറയുന്ന ഒരു രീതിയിൽ കാണുന്ന ഒരു സിനിമയാണ് ഇത്, സർജമീൻ എന്ന് പറയുന്നത്.
കണ്ടിട്ട് ഗംഭീരമായിട്ട് വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ ചെയ്യുന്ന ഇയാളാണ്, കയോസിയാണ് ചെയ്യുന്നത്. അപ്പം ഒരുവിധം ഒരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സീൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ട്രെയിലർ കണ്ടിട്ട് സിനിമ നന്നായിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സീൻസ് ഇൻഡിവിജ്വലി കൊള്ളാമെങ്കിൽ പോലും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേർന്ന് വരുമ്പോൾ ഒരു സംഭവം വന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സീൻസ് അത്ര ഗംഭീരം എന്ന് പറയാൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ സിനിമ ആസ് എ ഹോൾ നമ്മൾ കാണുമ്പം ആ ഒരു കഥയാണെങ്കിൽ ആ ഒരു കഥ പ്രോഗ്രസ് ചെയ്യുന്ന രീതി, റിലേറ്റബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതൊക്കെ വരുമെങ്കിൽ ഫോർ ഷുവർ ഇതൊരു ഹിറ്റായിരിക്കും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. എന്താ പറയുക, അലി ഖാൻ, അതായത് ഇബ്രാഹിം അലി ഖാൻ്റെ ഒരു ഗംഭീര തുടക്കമായിട്ട് മാറും ഈ ഒരു സിനിമ. കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് മൂവി എന്നൊരു റേഞ്ചിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗംഭീരമായിട്ടുള്ള റോൾസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഉറപ്പായിട്ടും റോൾസ് കിട്ടും. ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ കിട്ടാതെന്നിരിക്കില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കരിയറിന് വലിയൊരു സപ്പോർട്ട് തന്നെയായിരിക്കും, ഫോർ ഷുവർ, ഒരു ഡൗട്ടും ഇല്ല. പൃഥ്വിരാജിൻ്റെ ഒരു ഗംഭീര ഒരു പരിപാടി, ഒരു ആക്ടിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇൻക്ലൂഡിങ് ചെറിയ ഇമോഷണൽ പരിപാടിയാണെങ്കിലും കുറച്ച് സ്റ്റണ്ടൊക്കെ ആണെങ്കിലും എൻ്റർടൈനിങ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും ഞാൻ 25th ജൂലൈ, അതായത് 2 ദിവസത്തിനപ്പുറം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഞാൻ എന്തായാലും കാണും, എൻജോയ് ചെയ്യും, റിവ്യൂവും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ പോസ്റ്റ് ചെയ്യുക. സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടോ ഈ സിനിമ എന്തായിരിക്കും, കൊള്ളായിരിക്കുമോ, കൊള്ളൂലായിരിക്കുമോ, ഹിറ്റായിരിക്കുമോ, ഫ്ലോപ്പ് ആയിരിക്കുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു പ്രിഡിക്ഷൻ എന്തോരം കറക്റ്റ് ആണ് എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ, ബൈ.